ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടെസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെറുപയർ വെച്ചിട്ടൊരു തോരനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനായിട്ട് ഞാൻ പയർ രാത്രിയിൽ കുതിരാൻ ഇട്ടിരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെ കുക്കറിലേക്ക് നല്ലതുപോലെ കഴുകി വാരിയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു അരഭാഗം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പയറിൻ്റെ നികക്ക വെള്ളം ഒഴിച്ചിട്ടില്ല, അരഭാഗം ഒഴിച്ചിട്ടുള്ളൂ. കൂടുതൽ വെള്ളം വേണ്ട കേട്ടോ. നല്ലോണം കുതിർന്ന് പയറായതുകൊണ്ട് അത്രയും വെള്ളം മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ സ്റ്റീം അടിച്ചെടുക്കാം. പയറൊന്ന് വെന്തിടുന്ന സമയത്തിന് നമുക്കൊരു തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ഇത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മതിയേ. ഒരു 3 ചെറിയ ഉള്ളി, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂണിലും അളവ് കുറച്ചിട്ടാണ് ചെറിയ ജീരകം എടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി പോകണ്ട കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കറിയുടെ കളറ് കൂടുതലൊരു മഞ്ഞ കളറായിട്ട് വരും. ഇനി നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി നമുക്ക് ചെറുപയർ താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഒരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പയർ ചേർത്ത് കൊടുക്കുക. ഞാൻ കുക്കർ ഒരു സ്റ്റീം അടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ എയർ ഒന്ന് പൊക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇതേപോലെ പരന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഫാനിനടിയിൽ വെച്ചിട്ടൊന്ന് ചൂടാറിച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ കുക്കറിൽ തന്നെ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് നേരം കുതിർന്നിട്ട് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നതല്ലേ, അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കുഴഞ്ഞു പോകുവേ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇളക്കിയെടുക്കുമ്പോഴും ഒന്നിച്ചങ്ങ് കൂട്ടി പെട്ടെന്ന് ഇളക്കിയെടുക്കാതെ ഇതേപോലെ കുറേശ്ശെ വീതം എടുത്ത് കൊടുത്തിട്ടൊന്ന് കുടഞ്ഞിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടി ഉപ്പ് വേണം കേട്ടോ. അപ്പം ഞാൻ ഉപ്പ് ഇതേപോലെ ഒന്ന് മുകളിൽ വിതറിയിട്ടിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ പയറിലേക്ക് ചേർത്ത് കൊടുത്തിരുന്ന ആ ഒരു അരപ്പിലുണ്ടായിരുന്ന വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഇവിടുന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.